18 വർഷങ്ങളുടെ കാത്തിരിപ്പ്, കാത്തു കിട്ടിയ കിരീടം. രാജ്യമാകെയുള്ള ഓരോ RCB ആരാധകന്റെയും മനസ്സിലെ സന്തോഷത്തിന് അവഗണനയുടെയും അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെയും കഥയുണ്ടായിരുന്നു. അതിനാൽ 18 വർഷത്തിനിടയിലെ ആദ്യ IPL കിരീടവുമായി ബംഗളൂരുവിലെത്തുന്ന ടീമിനെ കാത്ത് ഇന്നലെ രാത്രി മുതൽ ബംഗളൂരുവിലേക്ക് ഒഴുകിയത് ജനലക്ഷങ്ങളാണ്. ഒറ്റ നിമിഷം കൊണ്ട് അതിസന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ സംഭവിച്ചത് കൊടും ദുരന്തം. പക്ഷേ സന്തോഷിക്കാൻ ഒത്തുകൂടിയവരുടെ ആവേശം അതിരുകടന്നപ്പോൾ തിക്കിലും തിരക്കിലും മരിച്ചു വീണത് 11 പേരാണ്. 11 പേർ. 100ഓളം ആരാധകർക്ക് പരിക്കേറ്റു. മഴ മൂലം ആളുകൾ തിരക്ക് കൂട്ടിയതാണ് ദുരന്തത്തിന് കാരണം എന്നാണ് വിവരം. പോലീസ് ലാത്തി വീശിയതായും റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ മുൻകൈയെടുത്ത് വിധാൻ സൗധയ്ക്ക് മുന്നിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തിരക്ക് മുൻകൂട്ടി കണ്ട് വിക്ടറി പരേഡിന് ബംഗളൂരു പോലീസ് നേരത്തെ അനുമതി നിഷേധിച്ചെങ്കിലും ആരാധക രോഷത്തെ തുടർന്ന് RCB മാനേജ്മെൻറ്റ് കർണാടക ഉപമുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തി അനുമതി തേടുകയായിരുന്നു. അപകടത്തിൽ DK ശിവകുമാർ മാപ്പ് പറഞ്ഞു. കോൺഗ്രസ് സർക്കാരിനാണ് ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന് BJP ആരോപിച്ചു. പരിപാടി IPLൻ്റെ ഭാഗമല്ലെന്ന് IPL ചെയർമാനും പ്രതികരിച്ചു. നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ് V. രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. നേരത്തെ മുതൽ തന്നെ രുജീഷ് ആ വിശദാംശങ്ങൾ ശേഖരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രുജീഷ്, അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ സന്തോഷത്തിൻ്റേതായിട്ടുള്ള വാർത്തകൾ മാത്രം പുറത്തുവിടേണ്ടതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഉണ്ടായിരിക്കുന്ന വലിയ ദുരന്തമാണ്. എന്ന് മാത്രമല്ല 11 പേർ മരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ആ 11 പേർ കൊല്ലപ്പെട്ടത് ഒഴിവാക്കാനാകുമായിരുന്ന ദുരന്തമായിരുന്നു എന്നതാണല്ലോ ഇതിലത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം പോലീസ് ഇപ്പോഴിങ്ങനെ പരിപാടി നടത്തരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നതാണല്ലോ ഇത്ര വലിയ ദുരന്തത്തിന് കാരണമായത്. നിശ്ചയമായിട്ടും ഇനി അങ്ങോട്ട് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളുടെയും മറ്റുമൊക്കെ ഒരു സമയമായിരിക്കും. പക്ഷേ എങ്കിലും ഇത് രാഷ്ട്രീയ വിമർശകളുടെ ഭാഗം പിടിക്കുകയല്ല. പക്ഷേ എങ്കിലും അവിടുത്തെ സർക്കാരിന് അവരുടെ തീരുമാനങ്ങൾക്ക് പിഴവുണ്ടായി എന്ന് തന്നെ കാണേണ്ട ഈ ഘട്ടത്തിൽ. ഇപ്പോൾ കുറേ നേരമായല്ലോ ഈ വാർത്തകൾ, വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ട്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം സർക്കാരിൻ്റെ വീഴ്ച, തീരുമാനമെടുത്ത ആളുകൾക്ക് പറ്റിയ പാകപ്പിഴ എന്ന് തന്നെ ഈ ദുരന്തത്തിന് കാരണമായ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടേ? തീർച്ചയായും സനീഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് 1 ലക്ഷത്തിലധികം ആളുകളാണ് വിധാൻ സൗധയുടെ മുന്നിൽ മാത്രം തടിച്ചുകൂടിയത്. അത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എത്രമാത്രം ആരാധകരാണ് അവിടേക്ക് ഒഴുകി വന്നത് എന്നത് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ല. അതോടൊപ്പം RCB മാനേജ്മെൻറ്റിനും ഒഴിഞ്ഞു മാറാനാവില്ല. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം, നേരത്തെ വിക്ടറി പരേഡ് പോലുള്ള ഒരു പരിപാടി നടക്കുന്നത് നേരത്തെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം RCB ഫൈനലിൽ എത്തിയിട്ട് ദിവസങ്ങളായി. അതിനുശേഷമാണ് ഒരു ഫൈനലിൽ വിജയിക്കുന്നത്. പക്ഷേ ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു, അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പരിപാടി ബംഗളൂരു നഗരത്തിൽ നടക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ മുന്നൊരുക്കം നടത്താമായിരുന്നു സർക്കാരിന്. അതുണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് ഈ തീരുമാനങ്ങളെല്ലാം വരുന്നത് എന്നതാണ് ഏറ്റവും ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് പോലും. ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ് ബംഗളൂരു ടീമിൻ്റെ വിമാനം ബംഗളൂരുവിലേക്ക് എത്തുന്നത് തീരുമാനിക്കുന്നത്. അതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് മാത്രമാണ് വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്ന കാര്യം പോലീസ് അറിയിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതത്തോടെയാണ് ആരാധകർ കണ്ടത്. കാരണം അവർ നേരത്തെ തന്നെ തീരുമാനിച്ച് വിക്ടറി പരേഡിനായി തയ്യാറെടുത്ത് അവിടെ ഒഴുകിയെത്തിയ സമയത്താണ് ഈ പരിപാടി ഇല്ല എന്നറിയുന്നത്. പിന്നീട് വലിയ തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടപ്പോഴാണ് RCB മാനേജ്മെൻറ്റ് തന്നെ ഇടപെടുന്നത്. ഉപമുഖ്യമന്ത്രി നേരിട്ടാണ് വിമാനത്താവളത്തിലെത്തി ഈ ടീമിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ നടത്തിയ ഒരു ഹ്രസ്വ ചർച്ചയിലാണ് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പോലീസിന്റെ ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് വിക്ടറി പരേഡ് നടത്താം എന്ന തീരുമാനത്തിലെത്തുന്നത്. അതിനിടയിൽ RCB മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ചില പിഴവുകൾ ഉണ്ടായി എന്ന് തന്നെ പറയണം. കാരണം ടിക്കറ്റ് വെച്ചായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പരിപാടി തീരുമാനിച്ചിരുന്നത്. പലപ്പോഴും നമ്മൾ ടിക്കറ്റ് വെച്ച് പരിപാടി നടക്കുമ്പോൾ ആ തുക ഈടാക്കും എന്നാണ് പൊതുവെ മനസ്സിലാക്കുക. പക്ഷേ ഈ പരിപാടിക്ക് തുകയില്ലാതെ ടിക്കറ്റ് എല്ലാവരും ഓൺലൈൻ വഴി എടുക്കണം. പക്ഷേ ആ ടിക്കറ്റ് സൗജന്യമായിരിക്കും എന്ന് ടീം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സൗജന്യ ടിക്കറ്റിനായി വലിയ തരത്തിൽ ആൾക്കൂട്ടം സ്റ്റേഡിയത്തിലേക്കും എത്തി. നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വിധാനസൗധയുടെ മുന്നിൽ തന്നെ 1 ലക്ഷത്തോളം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സമാനമായ അവസ്ഥ തന്നെയായിരുന്നു സ്റ്റേഡിയത്തിന് മുന്നിലേക്കും ഉണ്ടായിരുന്നത്. അത്രമാത്രം ആളുകൾ. സാധാരണഗതിയിൽ നമുക്ക് ഒരു സ്റ്റേഡിയത്തിൽ അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്റ്റേഡിയമൊന്നുമല്ല. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ പോലും 1,10,000 ആളുകളാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. അവിടെ തന്നെ 1,10,000 ആളുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഇത് ചിന്നസ്വാമി സ്റ്റേഡിയം അത്രയും വലിയ സ്റ്റേഡിയം ഒന്നുമല്ല. പരമാവധി
പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകളെയൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോഴും അതേ ആളുകൾ തന്നെ പുറത്ത് അത്രയും ആളുകൾ തന്നെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ 3-4 ഗേറ്റുകളിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. കാരണം അവിടെ നിന്ന് കൂടുതൽ ആളുകൾ സൗജന്യമാണ് ടിക്കറ്റ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആളുകൾ ഗേറ്റ് ചാടിക്കടന്ന് അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. അതോടൊപ്പം മരത്തിൽ കയറാനുള്ള ശ്രമം നടത്തി. ആ തിരക്കാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. നിശ്ചയമായിട്ടും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുകൊണ്ട് അതിലേക്ക് പോയതിനു ശേഷം ഞാൻ രുചീഷിലേക്ക് വരാം. ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ ഇവയാണ്. 32,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ എത്തിയത് 2 ലക്ഷത്തിലധികം പേരാണ് എന്ന വിവരം വരുന്നു. പരിപാടിയുടെ മുന്നൊരുക്കത്തിന് ലഭിച്ചത് ചുരുങ്ങിയ സമയമാണ് എന്ന് സിദ്ധരാമയ്യ പറഞ്ഞതായി കാണുന്നുണ്ട്. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ദുരന്തത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ആഘോഷവും മനുഷ്യജീവനേക്കാൾ വലുതല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് വാർത്തകളിൽ വന്നിട്ടുണ്ട്. പൊതുപരിപാടികൾക്കുള്ള സുരക്ഷാ മാനദണ്ഡം കൃത്യമായി പാലിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാർ അവിടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണെന്ന് കാണണം. നമ്മളിപ്പോൾ തന്നെ ഈ വലിയ തോതിൽ തേജസ്വി സൂര്യയെ പോലുള്ള BJPയുടെ യുവ നേതാക്കളും BY വിജയേന്ദ്രയെ പോലുള്ള നേതാക്കളുമൊക്കെ കോൺഗ്രസ് സർക്കാരിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് സിദ്ധരാമയ്യ പറഞ്ഞതായിട്ട് കൂടെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നൊരു കാര്യം, സമീപകാലത്ത് ഇത്രയ്ക്ക് വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പോലും സമീപകാലത്ത് കുസാറ്റിനകത്ത് ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തമാണ്. ചെറുപ്പക്കാരായുള്ള ആളുകൾക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. ഈ ആൾക്കൂട്ടം നിയന്ത്രണം വിട്ടു പോയാൽ ചെറിയ ആൾക്കൂട്ടങ്ങളാണെങ്കിൽ പോലും വലിയ അപകടത്തിലേക്കാണ് പോവുക എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. കുസാറ്റിലെ ആ സംഭവം ഉണ്ടായതുകൊണ്ട് കേരള സർക്കാർ ഈ വേടൻ്റെ സംഗീത പരിപാടികൾ 1-2 പാട്ട് മാത്രം പാടിയ ഉടനെ ഈ ആൾക്കൂട്ടം വളരെ വലുതാണല്ലോ എന്ന് കണ്ട് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു അപകടത്തിൽ നിന്ന്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അപകടത്തിൽ നിന്ന്, കുസാറ്റ് അപകടത്തിൽ നിന്ന് പാഠം പഠിച്ച പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയുമാണ് കേരളത്തിൽ കണ്ടത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ആൾക്കൂട്ടമായിരുന്നു. അങ്ങനെ ഒരു ആൾക്കൂട്ടം വരുമെന്നും അറിയാമായിരുന്നു. പോലീസ് അത് തടയാനുള്ള നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ പോലീസിൻ്റെ നിർദ്ദേശം മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ നേതൃത്വം ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചതാണ്. ഇത്ര വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. 11 പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങേയറ്റം ദുഃഖകരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ട് 11 പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നത് രാജ്യത്തിൻ്റെ ആകെ സങ്കടകരമായിരിക്കുകയാണ്. RDX അതിലേക്ക് തിരിച്ചു വരും. നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോയതിനു ശേഷം വരാം.